അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമുള്ള നല്ല കിടുക്കാച്ചി ചക്കയാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ഇലയട, ചക്ക ഇലയട. അപ്പോൾ നമ്മൾ അതിനുള്ള സാധനമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ശർക്കരയൊക്കെ പാനിയാക്കിയൊക്കെ സെറ്റാക്കി നമ്മൾ വെച്ചിരിക്കുക. അപ്പൊ ഇതെല്ലാം വെച്ച് തേങ്ങയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു മിക്സ് ചെയ്ത് അടിച്ചെടുത്തോണ്ട്. അപ്പൊ ഇതിന്റെ കുരുവൊക്കെ കളയാൻ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമല്ലോ, എല്ലാവർക്കും അറിയാലോ ചക്കയൊക്കെ എല്ലാവരും കഴിക്കുന്നതല്ലേ. അപ്പൊ നമ്മള് കുരുവൊക്കെ കളഞ്ഞ് മിക്സിയിൽ അടിച്ചൊരു സെറ്റപ്പ് ആക്കി കൊണ്ടുവരാം. ചക്ക ഉണ്ടല്ലോ, അത് നമ്മള് കുരുവെല്ലാം കളഞ്ഞ് മിക്സിയിൽ നമ്മളൊരു പേസ്റ്റ് പോലെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാം. ഇത് ഏകദേശം ഒരു 2.5 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ശർക്കര എടുക്കുമ്പോഴല്ലോ, ശർക്കര പാനി നല്ല ചൂടോടെ തന്നെ വേണം എടുക്കാനായിട്ട്. കാരണം അതൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിനായിട്ട് മധുരമാണ്, പക്ഷേങ്കിൽ ദഹിക്കാനും ഒക്കെ ആയിട്ട് എന്തായാലും ചക്ക ചിലപ്പോൾ സമയത്ത് എല്ലാവർക്കും പിടിക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് ശർക്കര ഇട്ടെടുക്കുക. ശർക്കരയല്ല, ഇത് ചക്ക. അതെ, ചക്ക നല്ല പേസ്റ്റ് ആക്കി എടുക്കണം സംഭവം. നമുക്ക് കിട്ടിയ ചക്ക എന്ന് പറഞ്ഞാൽ നല്ല ഒരു കൂഴച്ചക്കയല്ല, വരിക്ക ചക്കയല്ല, ഇതിന്റെ രണ്ടിന്റെ മിഡിൽ നിൽക്കുന്ന ചക്ക. നല്ല മധുരമാണ്. അപ്പൊ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചക്കയുടെ ഒരു ക്വാണ്ടിറ്റി പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് എത്രമാത്രം എന്താ അതിന് നീരുണ്ട്, നമ്മൾ അരച്ച് കിട്ടുമ്പോൾ നീര് വരത്തില്ല. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിന്റെ ക്വാണ്ടിറ്റി നോക്കാനായിട്ട്. ഇത് നമ്മള് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാക്കി വെച്ചതാണ്. നല്ല ഉരുക്കി നമ്മളതങ്ങ് കല്ലും കട്ടയെല്ലാം മാറ്റി നീറ്റായിട്ട് നമ്മളെടുത്തതാണ്. അപ്പോൾ ശർക്കര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുക്കില്ലേ, ചുക്കും ഏലക്കായും കൂടെ നമ്മൾ പൊടിച്ച സാധനം. അപ്പോൾ അതൊക്കെ കൂടി ഇട്ട് കൊടുക്കുക. ചുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടിട്ടൊന്ന് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന്, നമ്മളിപ്പോൾ ഏതായാലും കൈവച്ച് തന്നെയാണ് ഇളക്കുന്നത്. കൈവച്ച് ഇളക്കിയാലേ അതിൻ്റെ ഒരു ഭംഗി ആകത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ട് ഇരിക്കുന്ന സാധനം, എന്നാലും നമുക്ക് കറക്റ്റ് രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്ന ഒരു താമസം. ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഒത്തിരി ലൂസും അല്ല, ഒത്തിരി ടൈറ്റും അല്ലാത്ത രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇലയിലേക്ക് പരത്തിയെടുക്കാം. നമ്മുടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വാഴയില നമ്മൾ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ കൈ നനയ്ക്കാനായിട്ട് വെള്ളം, പച്ചവെള്ളം നമ്മളെപ്പോഴും കരുതി വെച്ചേക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ ഫില്ലിംഗ് ഒന്നും വേണ്ട. കാരണം നമ്മൾ പരത്തിയാൽ മതി, നമ്മൾ സാധാരണ പരത്തുന്ന പോലെ. ഇടയ്ക്ക് വെള്ളം ഒന്ന് കയ്യെ തൊട്ട് കട്ടി കൂടാതെ പരത്തി മാത്രം ഇങ്ങനെ അങ്ങ് പരത്തി എടുത്തേച്ചാൽ മതി. നമ്മൾ സാധാരണ ഇലയുടെ ഉണ്ടാക്കുമ്പോൾ മറ്റേ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇത് ഇങ്ങനെ അങ്ങ് പരത്തിയതിന് ശേഷം ഫോൾഡ് ചെയ്താൽ മാത്രം മതി. കാര്യം മറ്റേ നമ്മൾ അരി ഇലയുടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഫില്ലിംഗ് ഒക്കെ ഇങ്ങനെ വെളിയിൽ വരുമല്ലോ. ഇതിനതൊന്നും പേടിക്കേണ്ട. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരത്തുന്ന സംഭവം. അപ്പോൾ നമുക്കിത് ബാക്കിയും കൂടെ ഒന്ന് പരത്തി എടുത്തിട്ട് നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മുഴുവനായിട്ടില്ല, കുറച്ച് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കുണ്ടല്ലോ, നമ്മൾ സാധാരണ ഇത് എന്താ പറയുക, അടയൊക്കെ പുഴുങ്ങുന്ന ഇഡലി കൂട്ടത്തിലല്ലേ. പക്ഷേ ഇത് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ കുക്കറിനകത്താണ്. ഇതിന്റെ ഇഡലി തട്ടാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ കുക്കറേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇഡലി തട്ട ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇത് വെച്ചിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇഡലി തട്ടമില്ലെങ്കിലും നമുക്ക് അട ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മതിയല്ലോ, ഇത്ര വെച്ചാൽ പോലെ. അത്ര വെച്ചാൽ കാട്ടി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ
അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി സ്വല്പം ഉപ്പൊക്കെ ഇട്ടാൽ വെച്ചത് പെട്ടെന്ന് തിളച്ചിട്ടുണ്ട്. ഇതിന് മറ്റേ കുക്കറിന് വെയിറ്റ് ഒന്നും വെക്കണ്ട, അല്ലാതെ ആവിയിലിരുന്ന് വേഗട്ടെ. വെന്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അട കഴിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച സംഭവം ഏകദേശം വെന്തിട്ടുണ്ടാവും തോന്നുന്നു. നമുക്ക് നോക്കാവുന്നത് അതെ നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം. നല്ല പ്രഷറാണ് ഈ സംഭവത്തിന്. ഇലന്ന് വിട്ട് വരുന്നുണ്ടോ നോക്കാം, അപ്പം അറിയാൻ പറ്റും. കൈ കൊള്ളാതെ സൂക്ഷിച്ചോ. അതെ, ഇതാണ് പരുവം. ഇങ്ങനെ വിട്ട് ക്ലീൻ ആയിട്ട് വിട്ടു വന്നു കഴിഞ്ഞാല് സംഭവം വെന്ത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാം. എടുത്തിട്ട് നമുക്കിത് തണുക്കാൻ വെക്കണം. തണുത്തിട്ട് വേണം ഇല നമുക്ക് ഇത് എടുക്കാനായിട്ട്. അപ്പൊ ഈ ഒരു സെറ്റ് എടുത്ത് മാറ്റി വെച്ച് അടുത്ത സെക്ഷൻ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ എടുക്കണം, അതാ എടുക്കും. ഞാൻ എടുക്കാം. ഇച്ചിരി കഠിനമായ ചൂടാണ്, നല്ല ചൂടാണ്. കാര്യം കുക്കറല്ലേ, കുക്കർ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മള് അത്യാവശ്യം നല്ല ചൂടാണ്. ഇത് എടുക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് തുറന്നു നോക്കണം. കാരണം ചിലപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ അമങ്ങിയിരിക്കുമ്പോഴേ ചിലത് ചിലപ്പോൾ ഒരു ഇച്ചിരി വേഗം കാണാം. അപ്പൊ അത് കൂടെ തിരിച്ചൊന്ന് വെച്ച് എവിടെ വേകാനുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെറ്റ് വെച്ച് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് തണുക്കട്ടെ. ഈ ഒരു സാധനം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. 4 മണിക്ക് വേണമെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാം. എങ്ങനെ വേണേലും കഴിക്കാം. ഒന്നും വേണ്ട. സംഭവം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ നാടൻ വിഭവം. ഇപ്പൊ ചക്കയുടെ സീസണാണ്, എല്ലായിടത്തും ചക്ക ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ ഇത് കൂടെ ഒന്ന് വേഗട്ടെ. അപ്പൊ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ അട തയ്യാറായിട്ടുണ്ട്. അത്യാവശ്യം ചൂടൊക്കെ പോയി. പിന്നെ നമുക്ക് പിന്നെ ഒന്ന് തുറന്ന് കൊള്ളാം. ഇതിന്റെ രുചി മധുരം ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഇതിനകത്ത് ഹൈലൈറ്റ് പറയാനുള്ള ചുക്കിന്റെ രുചി. നന്നായിട്ട് വന്നിട്ടുണ്ട്. അധികം മധുരമില്ല കേട്ടോ. ഇതിൽ കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പക്ഷെ ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് മധുരം എന്ന് പറയുന്നത്. കാര്യം ആ ചക്ക ഉണ്ടല്ലോ അതിൽ നല്ല മധുരം വരുന്നു. പിന്നെ നമ്മൾ ശർക്കര പാനിയുടെ ചക്കയുടെ മധുരം നോക്കിയിട്ട് മാത്രം അതെ ശർക്കരയുടെ എടുക്കുന്നതാണ് നല്ലത്. അപ്പം ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. അപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പം ചക്കയുടെ നല്ല കൂഴച്ചക്ക വെച്ചോ വരിക്കച്ചക്ക വെച്ചോ ഒക്കെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നത് ചക്കയുടെ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് സാധനം. നല്ല സോഫ്റ്റുമാണ്. പിള്ളേർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. കാര്യം നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.